you will do a film. I mean, if I don't die soon, even I'll do a film. So, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് AR ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിനുമുമ്പ് ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 അത് അദ്ദേഹം കടമ്പ ചാടി. അതിനുമുമ്പ് ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയാണ്. അതും അദ്ദേഹം കടമ്പ ചാടി. ഈ സിനിമ വിതരണത്തിൽ എത്തിയിരിക്കുന്നത് എനിക്കറിയാം അതിൻ്റെ തുക എത്രയാണെന്ന്. ഒരു മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തുക സിനിമ മുഴുവൻ കണ്ട് ഡ്രീം ബിഗും ശ്രീ ഗോകുലവും ഇൻവെസ്റ്റ് ചെയ്തതിനെ കൂടെ ഫലമായിട്ടാണ്. വേറെ ഒരു സംഭവം ചെയ്താൽ ഇവരെൻ്റെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. തൃഷ മാം, വിനയ് സർ, everyone, wonderful cast. So I was like jackpot. Yes. Thank you so much. You look very pretty. I should pass the compliment that back. രണ്ടിലും ടെൻഷൻ ഉണ്ട്. കാരണം പണ്ട് പോയ സ്റ്റേജ് പേടിയാണ് എനിക്ക്. ഇതൊക്കെ അങ്ങ് ശീലമാണെന്നുള്ളല്ലേ? അഭിനയിച്ചുള്ളൂ. ബാക്കി എല്ലാവരും കൂടെ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. Okay. സാധിച്ചില്ല. My mistake, sorry, but still fanboy moment ആണ്. അത് കറക്റ്റ് ആണല്ലോ. But still fanboy എല്ലാവരും തോന്നി പറയുന്നു. Just we'll do that together. ഉണ്ടാലേ ഐഡന്റിറ്റി. ഞാൻ നല്ല ആക്ടറായിട്ടും അതൊന്നും അവർ ആ കുട്ടി പറഞ്ഞ പോലെ ഇല്ലാതെ എനിക്ക് വേറെ ഫംഗ്ഷൻ വേണ്ട. അപ്പം ഓൾറെഡി ഇവർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം എന്നിട്ട് പറഞ്ഞേക്കണം. അതുകൊണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്രിസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം തുടങ്ങുന്ന സമയം തൊട്ടിട്ട് അഖിലും അതുപോലെ തന്നെ അനസും ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് കഥ പറയുന്നില്ല. എന്തിനാണ് എന്നോട് ഈ കഥ പറഞ്ഞതെന്നുള്ള എനിക്ക് ആ സമയത്ത് ഒരു പിടിയുണ്ടായിരുന്നു. രാജു പറഞ്ഞയച്ചിട്ടായിരുന്നു. രാജു എൻ്റെ ഒരു സഹോദരനാണ്. കണ്ടു കഴിഞ്ഞാൽ എന്നേക്കാൾ പ്രായം തോന്നും, പക്ഷേ എന്നേക്കാൾ 10 വയസ്സ് കുറവാണ്. അപ്പം അതുകൊണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് 77 അപ്പോൾ രാജുവിന് 67 എന്നുള്ളത്. എനിവേ, ആ ഒരു മീറ്റിങ്ങിന് ശേഷം when I heard the story, പിന്നീട് ഞാൻ സത്യം പറയും, പകലിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, ഞാൻ രാജുവിൻ്റെ അടുത്ത് ചോദിച്ചു, ടോവിനോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, രാജു എടാ ഇത് ഈ മലയാളത്തിൽ ഈ ബജറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ബട്ട് ദ കോൺഫിഡൻസ് വാട്ട് ഹി ഗേവ്. അതിനുശേഷം ഓരോ മൊമെൻറ്റിലും ടോവിയുടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്തും എല്ലാം എന്നോട് പറയും. ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ടച്ചിലുണ്ടായിരുന്നു. ആ സമയത്ത് പറയും, ചേട്ടാ എനിക്കറിയില്ല എവിടെയാണെന്ന് പോകുന്നുള്ളൂ, പക്ഷെ നന്നായി എടുത്തിട്ടുണ്ട്. എവറി ടൈം ഹി ഈസ് ടു ടെൽ മീ ദാറ്റ് ചേട്ടാ എടുത്ത പോർഷൻസ് ആർ അമേസിങ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് വിട്ടോളൂ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ടോവി ഈസ് സ്റ്റാൻഡിങ് വിത്ത് മീ. അത് കഴിഞ്ഞ് നൗ വെൻ ഐ ആം സീയിങ് റോയ് അഗെയിൻ മൈ ബ്രദർ, യു ആർ സപ്പോർട്ടിങ് ദിസ് തിങ് ബിക്കോസ് as he said, he's a businessman. So he saw the film, he got the confidence as his company's name, he got the confidence. So he took the film. And definitely, we can hope for a best film, very good action film. Whatever I saw this teaser, that gives you that feeling that, yes man, this is something apart. So, congratulations. Anyway, you have already crossed a milestone. Again, my friends have done that film, and afterwards, now this is going to be another milestone. I'm really sorry again, Akhil. You know, when I did my Kirti Chakra, you didn't tell me that you lost your mother. And I'm really sorry, my condolences. When I was doing my Kirti Chakra, my mother passed away. When I gave advance to Mohanlal, after 7 days, my mother passed away. Then Suchi saw the film. When Suchi saw the film, she called me up and said, Major, your mother is still here. Her blessings are there. So that will be there for you for this film. Mothers, when they leave this, they give all the blessings to you for your success in the career. That is what is going to happen. Okay? This is what is my words, and mark my words, that is going to happen. You are going to be one big guy going to be. Another thing about one word about Tovi. After his first film, I called him up when I saw his ABCD, and I met him where you might not be remembering, but I remember where the Hayat, now present Hayat Trishur. There I was coming back from Patabi. He came and met me next to the car. We both had a cigarette. Then I said, man, you're going for a long way. Hope you remember. Finally, we decided to do a film that is Picket 43. Unfortunately, so many producers are sitting out here. Let me tell you one thing. Out of you, so many people are so commercial.
not passion. So I had to. Then after I told her, Toby, I'm going to sell my property in Patani. We are doing the film. But then it didn't happen. Something happened, and Raju did the film, and some other producer, all commercial line. But then we will do a film. I mean, if I don't die soon, even I'll do a film. So anyway, thank you so much for calling me out here. No, I don't know whether I'll be able to reach there or not, but still, Raju, thanks a lot for that support what you gave to the producer and the directors and the actor. അവിടെ ഇരിപ്പുണ്ട് കൊച്ചി കള്ള അജു നിന്നെയാണ് പറഞ്ഞത്. We all love you and everybody. Vinay, we have worked together, but then we heard a lot about you. We have seen your work, and this is going to be one yardstick for you all. Okay, thank you so much. God bless you all. Especially what he said is right. The media, you people are the people who are going to make or break. So, Satyasannavayate, give the review and let this film, every positive film, let it get a, no matter what it is, but give the positivity and spread it. Thank you so much. God bless you all. I wish all the best for the film and the entire crew. Thank you. God bless. Jai. Thank you so much, sir. ഏറെ പെരുകൾക്കിടയിൽ നിന്ന് ഇവിടെ എത്തിച്ചേക്കുന്നു. വലിയ വാക്കുകൾ നമ്മളോട് പങ്കുവച്ചത്. We are so grateful to you. Thank you very much once again. He's taking his time. I hope you can reach there on time. Well, up next, ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് he came to us through a bunch of comic characters. നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. But then we saw his evolution as a wonderful actor. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ്, വില്ലൻ റോൾസ് എല്ലാം നമുക്ക് നൽകിയ ഐഡൻറ്റിറ്റി വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ സംവിധായകരായ അഖിലിനും മനസ്സിനുമാണ് എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തത്. അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു. കാര്യം പ്രൊഡ്യൂസറും സമ്മതിക്കണം. ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക, നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ സാധിച്ചതിലും ഇങ്ങനെയൊരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച ഈ ഒരു വേദിയിൽ മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ ഇറ്റ്. പിന്നെ തീർച്ചയായും നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ് റോയ് സാർ. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൃഷ മാം. ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടൊവിനോ തോമസ്. പറയാൻ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് AR ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിലും ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 അത് അദ്ദേഹം കടമ്പ ചാടി. അതിലും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയാണ്. അതും അദ്ദേഹം കടമ്പ ചാടി. സോ ബാക്കി ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സുചാർ നമസ്കാരം. ബാക്കി കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അനസ് ആൻഡ് അലി, നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ്. ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നതിനേക്കാളുപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു മാം. താങ്ക്സ് സോ മച്ച്. Thank you, thanks a lot. And moving on, ഇനി കാസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ ഐ തിങ്ക് വേദിയിൽ വന്ന എല്ലാവരും വാചാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ മൂവിയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടേഴ്സ് രണ്ടുപേരെയും കുറിച്ചാണ്. സോ അവരെ വേദിയിലേക്ക് വെൽക്കം ചെയ്തതിന് ശേഷം നമ്മുടെ കാസ്റ്റിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുകയാണ്. Right from the beginning, both of them have been here with a gentle smile on their face. നമ്മുടെ പ്രൊഡ്യൂസർ ഭ്രാന്തമായിട്ടുള്ളൊരു പാഷൻ ആണെന്നൊക്കെ വിശേഷിപ്പിച്ചു. So now we are eager to know what you're going to say more about the film. So now, ladies and gentlemen, Forensic and the Superhit film നമുക്ക് നൽകിയ ഒരു കോംബോ തന്നെയാണ്. So I'm taking the liberty to call both of you as a thrilling duo. Can I do that? So with a big round of applause, നല്ലൊരു കൈഡി നൽകി തന്നെ ഐഡന്റിറ്റിയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടേഴ്സ് രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരും മൈക്കും എഴുതുന്നില്ല. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പ്രത്യേകമായ ഒരു മൊമെൻ്റാണിത്. ഞാൻ ഒട്ടും സംസാരിക്കാൻ പ്രിപ്പയർഡായിട്ടല്ല സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു.
എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായ ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. അത് എൻ്റെ ആദ്യ സിനിമയായ സെവന്ത്രയും ഫോറൻസിക് എനിക്ക് സ്പെഷ്യലാണെങ്കിലും അതിനേക്കാളും ഒരുപാട് രീതിയിൽ സ്പെഷ്യലായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ യാത്രയുമല്ല. അപ്പോൾ എനിക്ക് അധികമൊന്നും സംസാരിക്കാനില്ല. ഈ സിനിമയിൽ ഇപ്പം നിങ്ങളെല്ലാം കാണുന്ന പോലെ ടൊവിനോ, വിനയറായി, തൃഷാന ഇവരെല്ലാം ഇവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ ടൊവിനോ 2018 തല്ലുമാലയും മിന്നൽ മുരളിയും ഒക്കെ കഴിഞ്ഞു, വിനയ് സാർ ഹനുമാൻ കഴിഞ്ഞു, തൃഷാന പൊന്നിയിൻ സെൽവൻ 1ഉം 2ഉം ലിയോയും ഒക്കെ കഴിഞ്ഞ് അവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഈ 3 സ്റ്റാർസ് ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് കഥ കേട്ടപ്പോൾ മുതൽ ഇന്നത്തെ ഈ ഒരു പ്രൊമോഷൻ്റെ ഇവൻറ്റ് വരെ എല്ലാ രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്തും അവർ ഒരു 10 മാസത്തെ ഷൂട്ടിനിടയ്ക്ക് എല്ലാ കണ്ടിന്യൂറ്റിയും എല്ലാം നിർത്തി മറ്റൊരുപാട് കമ്മിറ്റ്മെൻറ്റ്സുകൾക്കിടയിൽ ഞാൻ എൻ്റെയും മനസ്സിലാൻ്റെയും ഈ സിനിമയുടെയും കൂടെ നിന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സിനിമയുടെ വലിപ്പത്തിന് ഒരു വലിയ കാരണമാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഷമി തിലകൻ, അജിത് ചേട്ടൻ, ഒരുപാട് സ്റ്റാർസ് ഇവിടെ ഇരിക്കുന്ന ധ്രുവൻ, അർച്ചന, എല്ലാവരും ഉള്ള ഒരു എൻസെമ്പിൾ കാസ്റ്റുള്ള സിനിമയാണ് ഐഡൻറ്റിറ്റി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് സാറും ഡ്രീം ബിഗും രാജു സാറും ഒക്കെ എല്ലാ തവണയും എക്സൈറ്റഡായി സിനിമയുടെ കൂടെ നിന്നത് ഒരിക്കലും എന്നെയും മനസ്കാനെയും കണ്ടിട്ടല്ല എന്നെനിക്കറിയാം. അത് ഇതിനു മുമ്പ് സംസാരിച്ച പോലെ ഈ സിനിമയുടെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ മുഴുവൻ സിനിമ കണ്ടിട്ടാണ്. അതിന് പിന്നിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എൻ്റെ ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതാണ് അതിന് കാരണം. അവരുടെ എല്ലാവരുടെയും പേരുകൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡിയർ ബ്രദർ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ചമൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ജെയ്ക്സ് ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന മേക്കപ്പ് പ്രോണക്സ് ഗായത്രി, ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായി നിന്ന എല്ലാവരും, ജോബ്, എല്ലാവരും, നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ടീസർ ലോഞ്ചിൻ്റെ ഇവൻ്റ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമയുടെ കൂടെ ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എടുത്ത എഫേർട്ടിൻ്റെയും ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഞാൻ പറഞ്ഞു, യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, എല്ലാവരും ഇതിൻ്റെ സൗണ്ട് ചെയ്യുന്ന രാധാകൃഷ്ണൻ സാർ, അവർ ഇന്നലെയും പുഷ്പയുടെ ഇടയ്ക്കും ഐഡൻറ്റിറ്റി ടീച്ചർ മിക്സ് ചെയ്ത് എനിക്ക് തന്ന ആളുകളാണ്. അതുപോലെ സച്ചിൻ സുധാകർ, ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ സിനിമ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സോ അവരും കൂടി എല്ലാ രീതിയിലും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഇവൻ്റാണിത്. അവർക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരും എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഇതാണ്. ഈ സിനിമ ജനുവരി ആദ്യ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പറയാൻ മറന്നുപോയി, ആൻഡ്രൂ മൈൻസ്റ്റീൻ, എൻ്റെ ഒരു 1000ഓളം CG ഷോട്ടുകൾ അവരാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ടാലൻറ്റ് ഓഡിയൻസ് കാണാൻ പോകുന്ന ഈ ജനുവരി ആദ്യ ആഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിലെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ പറയാൻ അവസാനത്തേക്ക് ബാക്കി വെച്ചത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഈ സിനിമയുടെ കഥ ആദ്യമായി പറയുന്ന സമയം മുതൽ വിശ്വസിച്ച് എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജു സാർ എന്നും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെ കണ്ട് ഈ സിനിമയുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കാൻ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 4 ദിവസം മുൻപാണ് ഞാൻ CJ റോയ് സാറിനെ ടൊവിനോ പറഞ്ഞതിൻ്റെ ഭാഗമായി ബാംഗ്ലൂർ പോയി കാണുന്നത്. അന്ന് എന്നെ ഒന്നും ഒട്ടും ട്രാവൽ ചെയ്യിപ്പിക്കാതെ ബാംഗ്ലൂരിൽ നിന്ന് തൊട്ടടുത്ത് നിങ്ങൾ കൊച്ചിയിലേക്ക് വരണ്ട, ബാംഗ്ലൂർ നമുക്ക് കാണാമെന്ന് പറയുകയും ഫ്യൂ സിനിമ കണ്ട് 1 മണിക്കൂറിൽ ഇൻട്രാക്ഷൻ കൊണ്ട് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ ഭാഗമാകാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കാണിച്ചത് വളരെ വലിയൊരു ധൈര്യമാണ്, വളരെ വലിയൊരു പിന്തുണയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഈ സിനിമ വിതരണത്തിൽ എത്തിയിരിക്കുമ്പോൾ എനിക്കറിയാം അതിൻ്റെ തുക എത്രയാണെന്ന്. ഒരു മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തുക സിനിമ മുഴുവൻ കണ്ട് ഡ്രീം ബിഗും ശ്രീ ഗോകുലവും ഇൻവെസ്റ്റ് ചെയ്തതിനെ കൂടെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്നും ഇത്രയും അഭിമാനത്തോടെ ഇത്രയും സന്തോഷത്തോടെ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എൻ്റെ കൂടെ നിന്ന ഈ യാത്രയിൽ കഴിഞ്ഞൊരു 1.5 വർഷത്തെ ഷൂട്ടിനുമിടയ്ക്ക് നിന്ന എല്ലാ ആളുകളെയും, ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് വളരെയധികം ആലോചനയുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല ഈ സ്റ്റേജിൽ നിൽക്കുന്നു. എല്ലാ ആളുകളെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ എക്സൈറ്റഡായി ജാനുവരി ആദ്യ ആഴ്ചയിലെ ഐഡൻറ്റിറ്റിയുടെ റിലീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ടീസർ നിങ്ങൾ എന്താണോ കണ്ടത് ആ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റും ജാനുവരി ആദ്യ ആഴ്ച. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അഖിൽ പറഞ്ഞ പോലെ ഇതൊരു യൂണീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. ഇത് ഫോറൻസിക്കിനെക്കാട്ടിലും എന്തുകൊണ്ടും സ്കെയിലിലും സ്കോപ്പിലും അംബിഷനിലും വളരെ വലിയൊരു ചലച്ചിത്രമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് റിയലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരുടെയും പേരുകൾ അതിൽ ഓൾറെഡി പറഞ്ഞു. ഒരു അമേസിങ് ടീം.
അപ്പോൾ അതിലെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രാജമല്ലി സർ, ഡോക്ടർ റോസിൻജി, പിന്നെ നമ്മുടെ കാസ്റ്റ് ടോബി, വിനയ് സർ, തൃഷ, എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ബാക്കി നമുക്കിനി സ്ക്രീനിൽ കാണാം. ആൻഡ് താങ്ക് യു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഈ ഇവൻറ്റിലേക്ക് ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, എൻ്റേതായ രീതിയിൽ ഈ സിനിമയുടെ ക്രൂ മെമ്പർ അല്ലാതെ. എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ഷിബുചേട്ടനും രാജുവേട്ടനുമാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞാനൊരു നീല മറ്റേ വയലറ്റ് പേപ്പറിൽ സ്ക്രിപ്റ്റുമായി വന്ന സമയത്ത് എന്നെ വിശ്വസിച്ചത്. നിങ്ങൾ 10 വർഷം മുമ്പ് കാണിച്ച വിശ്വാസമാണ് എന്നെ ഇവിടെ നിർത്തിയത്. സോ ഇവൻറ്റിലേക്ക് ഞാൻ ക്ഷണിച്ച എൻ്റെ ഒരേ ഒരു അതിഥി ഷിബുചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. സ്റ്റേജിൽ വേഗം ഇറങ്ങി പോകാനുള്ള ധൃതിയിലാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോറൻസിക് വീണോ ത്രില്ലർ ടൈപ്പ് ഓഫ് മൂവിയാണ്. അഗെയിൻ ഇതും നമുക്ക് ആ ഒരു ജോണർ തന്നെയാണ് റിഫ്ലക്റ്റ് ആയി കിട്ടുന്നത്. വൈ യു ആർ ഒബ്സെസ്ഡ് വിത്ത് ത്രില്ലേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്? എല്ലാ കാലത്തും എനിക്ക് മനസ്സിലാണ് കോളേജ് മുതലേ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഇപ്പോൾ ഫോറൻസിക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ചൈൽഡ് സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, ഡബിൾ DNA ഉണ്ടായിരുന്നു, ടച്ച് DNA ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒറിജിനൽ എലമെൻറ്റുകൾ ഞങ്ങളെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ബീങ് ഫിലിം മേക്കേഴ്സ് ഞങ്ങൾക്കത് വളരെ വലിയ പ്രചോദനമാണ്. ഈ ഒരു 1.5 വർഷം ഇത്രയും വലിയൊരു ജേണി ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം തോന്നുന്ന ആ 1-2 എലമെൻറ്റുകളാണ്. ഞങ്ങളതിനെ ഒറിജിനൽ ഐഡിയാസ് എന്നാണ് ഞങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്. അതുപോലെ 1-2 ഐഡിയകളാണ് ഈ സിനിമയുടെ. ഞാനൊരിക്കലും ഈ സിനിമയുടെ ഔട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ ഈ ജേണി ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ പോലും എനിക്ക് ആ ജേണി അങ്ങനെ അത്രയും ഓർത്തിരിക്കുന്ന ഒന്നല്ല. എങ്കിൽ പോലും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ഒറിജിനൽ ഐഡിയാസ് ഒരു സിനിമയാക്കി വന്നു. ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പണ്ട് ഞാനെൻ്റെ നാട്ടിലും അനസ്കാരം ഞാനും കൊല്ലത്തുമൊക്കെ തിയേറ്ററിൽ പോയ പോലെ ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ആ ഒറിജിനൽ ഐഡിയയുടെ ഏറ്റവും മികച്ചൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവും, അയാൾ കൈയടിക്കും, അയാൾ തിരിച്ചു പോയി കുറച്ച് പേരോട് പറയും എന്ന് പറയുന്ന ആ ഒരു സാധനം ഞങ്ങൾക്ക് തരുന്നൊരു സന്തോഷം ജീവിതത്തിൽ മറ്റൊന്നും തരാറില്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ നുറുങ്ങ് ഐഡിയകളും നുറുങ്ങ് പരിപാടികളായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. Thank you so much. So there is no doubt, earlier I took the liberty to call them the thrilling duo. So I think that's exactly what we should call you, the thrilling duo. Forensic Initiation Medium Identity movie. Hello. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. ഐ തിങ്ക് ഞാനിപ്പം സിനിമ ചെയ്യാൻ തുടങ്ങിയത് ഒരു 5 വർഷമായി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത്. സോ ഐ എം കുറച്ച് നെർവസ്. ബട്ട് എനിവേസ്, ഐഡൻറ്റിറ്റി ജേർണി തുടങ്ങിയത് ജാനുവരി സമയത്തായിരുന്നു. അഖിലേട്ടൻ ഓഡിഷന് വിളിക്കുന്നു. ഓഡിഷന് വിളിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയി ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് ഓഗസ്റ്റ് ആയപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച റോളായിരുന്നു. അപ്പോൾ ദെൻ അങ്ങനെ അവർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കാരണം അവരൊരു ഓഡിഷൻ വീണ്ടും വെച്ചു, വീണ്ടും ചെയ്തു. താങ്ക് യു അഖിൽ, Paul and Anuskar for trusting me and giving me നീരജ. വേറെ ഒരു സംഭവം ചെയ്താൽ വെച്ചാൽ ഇവരെൻ്റെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷമായി ഞാനിപ്പം ഷോർട്ട് ഹെയറിലാണ്. ദാറ്റ് ദേ ഗേവ് മീ. താങ്ക് യു ഫോർ ദാറ്റ് എക്സ്പീരിയൻസ് ആസ് വെൽ. ആൻഡ് ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ വർക്കിംഗ്. ഞാൻ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി എന്ന പ്രോജക്റ്റ് കേട്ടപ്പോൾ ഇത് ആദ്യമേ ബിഗ് സ്കെയിൽ തന്നെയായിരുന്നു ഫോർ മീ. ബിക്കോസ് ടോവിനോ ചേട്ടനുണ്ട്, തൃഷ മാം, വിനയ് സർ, everyone, wonderful cast. So I was like jackpot. So പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ രാജു സാറിനെ ആദ്യം മീറ്റ് ചെയ്യാൻ പോയി. രാജു സാറും എന്നെ വിശ്വസിച്ചു എനിക്ക് നീരജ തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Yeah, it was a really wonderful experience. I really want to mention Archana Kavi. She was there. She was along with me throughout this journey. So we all miss her now.
ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ ഈ പറഞ്ഞ പോലെ വലിയൊരു ജേർണി ആയിരുന്നു. സോ ഇറ്റ് വാസ് എനിക്ക് ഒരു എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഐഡൻറ്റിറ്റി. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് വെരി മെമ്മറബിൾ ഫോർ മീ ആൻഡ് ഇറ്റ് വാസ് റിയലി an amazing experience. And thank you so much. Thank you. January 1st week എന്തായാലും റിലീസ് ആണ്. എല്ലാവരും ഐഡൻറ്റിറ്റി തിയേറ്ററിൽ തന്നെ പോയി കാണണം. And please keep supporting us as you keep supporting us. Thank you. Thank you so much. Nervousness കുറഞ്ഞോ? അത് എപ്പോഴും എന്നും ഉണ്ടാവും. Nervousness മാറിയെങ്കിൽ can you tell us what was your favorite moment in the set of Identity? Cool ആയിട്ട് nervousness ഇല്ലാതെ if you can think about one favorite memory from the set. I think ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളായതുകൊണ്ടും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇൻ എ വേ നമ്മളെപ്പോഴും വി വർ ലൈക്ക് ഓൾവേസ് റണ്ണിങ് ഐ ഗോയിങ് ദേർ ഒക്കെ വന്നു. എവറി ഡേ ഈസ് ലൈക്ക് പർട്ടിക്കുലർലി ഒന്നും കോട്ട് ചെയ്യാനായിട്ടില്ല അല്ലേ? എൻ്റെ ക്യാരക്ടർ അങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ hopefully. Yes. Thank you so much. You look very pretty. I should pass the compliment that back to you. So വേദിയിൽ എനിക്ക് ശേഷം എത്തുന്ന ഫസ്റ്റ് ലേഡി ആണല്ലോ. യെസ്, ഇതുവരെ എത്തിയത് എല്ലാവരും ഇറ്റ് വാസ് ജെന്റിൽമെൻ. സോ വെൽ, താങ്ക് യു സോ മച്ച് ഗോപിക ഫോർ യുവർ ലവ്ലി വേർഡ്സ്. ആൻഡ് മൂവിങ് ഓൺ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ യങ് ആക്ടേഴ്സിനെയാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. വെരി ക്വിക്ക്ലി ലെറ്റ് മീ മൂവ് ഓൺ ടു എന്താ പറയുക, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അതും അഖിലേട്ടൻ്റെ കൂടെ മനസ്കാടൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. മാത്രമല്ല അഖിലേട്ടനെ പരിചയപ്പെട്ട അന്ന് മുതൽ അഖിലേട്ടൻ നമ്മളോട് കാണിക്കുന്ന ഒരു അഫെക്ഷനും ഒരു കെയറും ഇതൊക്കെ എപ്പോഴും എനിക്ക് മാത്രമല്ല ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടായാലും ശരി, ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ഒക്കെ പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ രാജു സാറ് ഭാഗമായിട്ട് ഒരു സിനിമയുടെ ഭാഗം സാധിച്ചു. ഒരു കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ കമ്മിങ് ടു മൈ ബ്രദർ ടോനി ചേട്ടൻ, ഞാൻ ഇതിനു മുമ്പ് ഐഡൻറ്റിറ്റിയുടെ ലൊക്കേഷനിൽ ഒരു ദിവസം ടോനി ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഷൂട്ടിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു അദ്ദേഹം ക്യാനാനിൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാടധികം ഞങ്ങൾ തമ്മിലുള്ള സംസാരം, ഒരുപാടധികം മോട്ടിവേഷൻ, അദ്ദേഹം ഞാൻ സിനിമയിൽ വന്നതിന് തന്നെ ഒരു കാരണം അദ്ദേഹമാണെന്ന് ഞാൻ ഇവിടെ പറയാം. അത്രത്തോളം ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഒരു സിനിമ ചെയ്തിട്ട് നിൽക്കുന്നത്. അദ്ദേഹം എന്നെ അത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചേട്ടൻ ഓർക്കുന്നത് എനിക്കറിയില്ല. 2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചു തന്നു. ചേട്ടൻ കടന്നു വന്ന വഴികളും നീ എവിടെയൊക്കെ സൂക്ഷിക്കണം, നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ വിനയ് സാറിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് എറണാകുളം വരുമ്പോൾ ഞാൻ കേട്ടിട്ടൊന്നൊരു പണ്ട് ഉന്നാലെ എന്ന് പറഞ്ഞിട്ട്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു സർ, ബിഗ് ഫാൻ ഓഫ് യു. പിന്നെ എന്താ പറയുക, ഞാൻ കുറച്ച് നെർവസ് ആണെങ്കിൽ പറയും പോലെ അജുചേട്ടനൊക്കെ ഭാഗമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിന് ഒരുപാട് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഒറ്റ ക്വസ്റ്റ്യൻ, നേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഫിലിമിൻ്റെ സെറ്റിൽ അതിൻ്റെ പ്രൊമോ വർക്സിനാണ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ? അതായിരുന്നോ ഇതായിരുന്നോ? രണ്ടിലും ടെൻഷനുണ്ട്. കാരണം പണ്ട് പോലെ സ്റ്റേജ് പേടിയാണ് എനിക്ക്. ഇതൊക്കെ അങ്ങ് ശീലമാണെന്നുള്ളല്ലേ? അതെ. ശീലമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ശീലമായിട്ട് ടെൻഷനൊക്കെ മാറി ഒരുപാട് സ്റ്റേജുകളിൽ ഷൈൻ ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് ഫിലിംസിൽ അടിപൊളിയാക്കാൻ പറ്റട്ടെ. ഓസ്ലറിൽ നമ്മുടെ മനസ്സ് കീഴടക്കി ചിരിയാണ് കേട്ടോ. അഗെയിൻ വിത്ത് ദാറ്റ് സ്മൈൽ. കൂൾ, ഹാപ്പി. പറയാനുണ്ടോ നമ്മൾ? ഒരുപാട് സന്തോഷം, ഒരുപാടധികം സന്തോഷം. Thank you. Thanks a lot. So once again, a big round of applause everyone to Sabiq the stage and to speak to all of us. And അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് വളരെ പൊട്ടൻഷ്യലുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറിനെയാണ് ഇനി നമ്മൾ വേദിയിൽ കാണാനായിട്ട് പോകുന്നത്. താങ്ക് യു. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. എല്ലാ യങ്സ്റ്റേഴ്സിനെയും വിളിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചു. എല്ലാവരും നെർവസായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെർവസാണ്. ബട്ട് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ പടത്തിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരെയും കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ
ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ ടൈനൊരു നോട്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ക്രൂ മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുക, അത് ശരിയാക്കിയിട്ടേ ഷൂട്ട് ചെയ്യണുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ ക്വാളിറ്റി എനിക്ക് ആ നിമിഷം മനസ്സിലായി. അതെനിക്ക് അതിനുശേഷം ഞാൻ ഫുൾ പക്കയായിട്ട് എപ്പോൾ വിളിച്ചാലും റെഡി 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 ആ സാധനത്തിലാണ് നിൽക്കേണ്ടത്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഒരു മൈന്യൂട്ട് സാധനം പോലെ ഒരു പൊട്ട് പോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും അത് കളഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ല, ഒരൊറ്റാളുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഫാൻ ബോയ് മൊമെന്റ് ആണ്. ഞാൻ പറഞ്ഞതല്ല, ധ്രുവൻ പറഞ്ഞതാണ്. ഞാൻ കേട്ടത് തിരിഞ്ഞു പോയതാണ്. അത് ഞങ്ങൾ മാത്രമേ അഭിനയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. മൈ മിസ്റ്റേക്ക്, സോറി. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് മൊമെന്റ് ആണ്, അത് കറക്റ്റ് ആണല്ലോ. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് എല്ലാവരും ചോദ്യം പറയുന്നത്. ഓക്കെ, ഹീസ് ടെല്ലിങ്. എൻ്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ. എവ്രിബഡി ഈസ് എ ഫാൻ ബോയ് ഓഫ് യു. അതിപ്പോൾ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു ഫാൻ നമുക്ക് മനസ്സിൽ തോന്നുന്നു. ഫാൻ എന്താ, ആ ഒരു ആരാധന നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഇറ്റ് സ്റ്റിൽ ദെയർ. അത് എത്ര പോയി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദെയർ. Am I right? ശരിയല്ലേ? യെസ്. ഇൻ മൈ ഡിഫെൻസ് ഹീസ് agreeing. Thank you so much. All the best. Congratulations. Let's see the film in theatres. Now in this evening, we are so excited you're once again being a part of Malayalam film, and I can see your enthusiasm as well. And yes, what do you have to say to us now? Thank you. You're being really kind. First, let me start by thanking Raju Mallet sir from Ragam Movies. Like Major Ravi sir had told, 18 years of my career, I have never come across a producer so passionate about cinema. The reason I have this conversation with you was on set while we were filming, and I got to meet Raju sir, and he gave me his whole history of movie making since 79. He's quite a stalwart in this industry, and it's his passion that drives us. Dr. Roy C.J. sir, fellow Bangalorean, I would go past your office almost every day, very close to Baldwin's, if I'm not wrong. And it's great to have you on board, and I can confidently say that our product is in good hands with you. But thank you so much for having you on board, sir. And Raju Mallet sir. Coming to the main three people that I thank more than anything about this project, the director Akhil Paul, Anas Khan and Tovino. From me as an actor in 18 years of my career, I just want to say thank you for having me on board. Thank you for giving me the opportunity. I mean it from the bottom of my heart. It's been memories I'll never forget for the rest of my life. It's an opportunity I think every actor yearns for. I mean it from the bottom of my heart. I do not know the fate of this movie. I always hope and pray for the best. But for the memories, the work, the fun, and all the sentiments we've shared for almost a year, I miss you guys terribly. I really miss you guys terribly. The story started with Akhil coming to Chennai and telling me the script. And I immediately called. We hadn't met Tovino by then. I called up Tovi and I said, Tovi, I'm doing this movie no matter what. That's the strength of the script and how good this project is going to be. The other person I'd like to thank is Trisha for joining this project. I've had the pleasure of working with her 12 years before, and I worked with her again. To the lead actor, Tovi. I hadn't met Tovi before, and the first time we met on set, we got along brilliantly. He walks in with this incredible smile, bringing in great energy to the set, and I think whatever work you get to see from me is all the best that he can give brought out of me. So thanks, Tovi. Thank you for everything. It's been nothing short of a privilege, man, sharing time with you, speaking to you about our passion for movies, our journey to cinema over here. Personally, in my 18-year career, I don't know if it's satisfaction, happiness, this truly has been the best project I've been a part of, and I always believe a good project is because of the people you work with, and this has been 100% right. So thank you everyone. I see a lot of faces over here, people who have been a part of the Identity family. Anis, you and your great art direction,
every day I used to work in your sets. I learned so many new things about you. Gayatri with your costumes, Andrew with the CG. Anas, thank you for being a great teacher. Aju, who we had a great time shooting. Just a clue, I report a lot to him. So to him, Shami Tilakat sir, and Bijoy Jakes. And Jake's body, I haven't met you, but I heard the music, it was incredible. To this wonderful set of ADs who kept troubling me in this 1 year, Abile, Amidabe, and Bobby Cheta, and Stija, and a host of you all who have been a family to me for 1 year. Believe me, it's been nothing short of memorable. I wish you the best, all of you. I hope this movie does really well. I've got my prayers and I stand behind this project 100%. Thank you so much. God bless you all. Thank you. Thank you very much. So I have a very humble request. I just spoke about the Unnale Unnale song. So if you can just have 2 lines of the song for all of us. I am an actor, I'm not a singer, so you'll have to If you could excuse give a me. try, that would make us so happy. So just if you could try just Unnale Unnale. We would love to listen to that coming from you. Just we'll do that together. Unnale. Identity. Maybe that tune you can try that. I am thankful that you like that movie. I am actually looking forward to Identity right now. But All right, so we don't- should speak and sing about identity, Thank right? you so much. Thank you so much. So please, sir, once again a request from all Malayalis, do Malayalam films Of often course. and more frequently. I love it here. Yeah. Thank you. Thank you so much. It was a privilege having you with us today. Thank you very much once again.